US മാർക്കറ്റ് എല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. US ഫ്യൂച്ചേഴ്സ് ഇത് രാവിലെ ഒന്ന് മൈനസിലേക്ക് വന്നിട്ട് വീണ്ടും പ്ലസിലേക്ക് ആയതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ട്രേഡിങ്ങും ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ നല്ല പ്രോഫിറ്റിൽ, അതായത് 10 പോയിന്റ് മേളിൽ ഓപ്പൺ ആവാനാണ് ഒരു പക്ഷേ സാധ്യത. 24,250 ലെവലുകളിൽ ഓപ്പൺ ചെയ്തേക്കാം. അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 24,275 മേളിലൊക്കെ നല്ല മോളിത്തോടുകൂടി ട്രേഡ് ചെയ്താൽ മാത്രമേ 24,330, 24,480 ലെവലിലേക്ക് പോകാം. താഴേക്കൊരു സപ്പോർട്ട് കാണുന്ന 24,150, 24,050, കഴിഞ്ഞ ദിവസം 23,900 ലെവലാണ് സപ്പോർട്ടായിട്ട് കാണുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിക്ക് 50,050, 50,250, 50,490 ലെവലിലാണ് റെസിസ്റ്റൻസ്. 49,600, 49,400 ലെവലുകളിൽ സപ്പോർട്ടും ഉണ്ട്. ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട ഡേറ്റ ചൈനീസ് ട്രേഡ് ഡേറ്റയാണ്. അതുപോലെ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഡെപ്യൂട്ടി ഗവർണറിന്റെ ഒരു സ്പീച്ച് ഉണ്ട് കഴിഞ്ഞ ദിവസം റേറ്റ് ഹൈക്കിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജർമ്മനിയുടെ IIP ഡേറ്റ ഇന്ന് വരാനുണ്ട്. ഇതാണ് 3 പ്രധാനപ്പെട്ട ഡേറ്റകൾ. അപ്പോൾ മാർക്കറ്റ്